ഇന്ത്യയിലെ ഏറ്റവും മികച്ച വയലിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു ബി ശശികുമാർ. സംഗീതത്തെ അരച്ചുകലക്കി കുടിച്ച വിദ്വാൻ. പ്രശസ്തിക്ക് പുറകെ പോകാതെ ആകാശവാണിയിലെ ജോലിയിൽ ആഹ്ലാദവും അഭിമാനവും കണ്ടെത്തിയ ശശികുമാർ നിരവധി ശിഷ്യന്മാർ. ഇതിനിടെ സ്വന്തം സഹോദരിയുടെ മകൻ ബാലഭാസ്കറിനെ പ്രതിഭ കണ്ടെത്തി ശശികുമാർ വളർത്തിയത്. കോളേജിൽ കയറിയപ്പോൾ തന്നെ വയലിനിൽ വിസ്മയം തീർത്തു ബാലഭാസ്കർ. തനിക്ക് കിട്ടാത്ത പേരും പെരുമയും അനന്തരാവകാശം നേടുന്നത് കണ്ടു സന്തോഷിച്ച അമ്മാവൻ. വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വീട്ടിൽ നിന്നും അകൽച്ച കാട്ടിയപ്പോഴും അമ്മാവനുമായി ബാലഭാസ്കർ അടുപ്പം തുടർന്നു. ഈ അമ്മാവനെയായിരുന്നു ബാലുവിൻ്റെ മരണം കൂടുതൽ വേദനിപ്പിച്ചത്. ബാലുവിനെ കൊന്നത് തന്നെ എന്ന് ഉറച്ചു വിശ്വസിച്ച ശശികുമാർ 2023 നവംബർ 25 അന്തരിച്ചു. 2 ദിവസം മുമ്പ് തനിക്ക് അറിയാവുന്നതെല്ലാം CBIയെ ബോധിപ്പിച്ചാണ് ശശികുമാർ മടങ്ങിയത്. ആ മരണം നടന്ന് കൃത്യം 1 വർഷം കഴിയുമ്പോൾ തന്നെ ബാലഭാസ്കറിനെ ചതിച്ചു കൊന്നുവെന്ന് ശശികുമാർ വിശ്വസിച്ചിരുന്ന അർജുൻ്റെ കയ്യിൽ വിലങ്ങു വീണു. അതും സ്വർണ്ണക്കടത്ത് കേസിൽ. അർജുൻ അടക്കമുള്ള പ്രതികളെ പോലീസ് ചെന്ന് പിടിക്കുകയായിരുന്നില്ല, മറിച്ച് അവർ ചെന്ന് പെടുകയായിരുന്നു. ഇതോടെ അർജുൻ അന്നും ഇന്നും എന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായി. ബാലഭാസ്കറിൻ്റെ മരണത്തിൽ പച്ചക്കള്ളം മാത്രം പറഞ്ഞ വ്യക്തിയാണ് അർജുൻ. ബാലഭാസ്കർ ആണ് വണ്ടി ഓടിച്ചതെന്നും അതുകൊണ്ട് തനിക്ക് 1 കോടി നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് കേസ് കൊടുത്ത വ്യക്തിയാണ് അർജുൻ. ശാസ്ത്രീയമായി തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് ഏവരും തിരിച്ചറിഞ്ഞതും ശാസ്ത്രീയമായി തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് നൽകലിന് നഷ്ടപരിഹാരത്തിന് അപ്പുറം സ്വർണ്ണക്കടത്തുകാരെ രക്ഷിക്കുകയെന്ന ലക്ഷ്യമുണ്ട്. പാലക്കാട്ടെ പൂന്തോട്ടം ആശുപത്രിയിൽ ബാലഭാസ്കറിന് ബന്ധമുണ്ടായിരുന്നു. ഈ ആശുപത്രിക്കാരുടെ ശുപാർശയിലാണ് അർജുൻ ബാലുവിൻ്റെ വളയം പിടിച്ചത്. ഇതെല്ലാം ദുരൂഹമായി തന്നെ അന്നും ഇന്നും തുടരുന്നു. ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSP വിരമിച്ച ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്നാൽ ഹരികൃഷ്ണൻ്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും ആർക്കും അറിയില്ല. ഏതായാലും ശശികുമാറിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ അർജുൻ അഴിക്കുള്ളിലായി. ബാലുവിൻ്റെ മരണത്തിന് പിന്നിലുള്ള മാഫിയ അതിശക്തരാണ്. അവർ ഇപ്പോഴും എല്ലാവിധ അന്വേഷണ അട്ടിമറിയും നടത്തുന്നുണ്ട്. ബാലഭാസ്കറിൻ്റെ മരണശേഷം കുടുംബം സംശയം ഉന്നയിച്ച നിരവധി പേരുണ്ടായിരുന്നു. ബാലഭാസ്കറുടെ സഹായി പ്രകാശ് തമ്പി, ഇയാളുടെ കൂട്ടാളി വിഷ്ണു സോമസുന്ദരം എന്നിവരായിരുന്നു. ഇവരുടെ പ്രവൃത്തികളാണ് ബാലഭാസ്കറിൻ്റെ പിതാവ് KC ഉണ്ണി എന്നും സംശയമായി ചൂണ്ടിക്കാട്ടിയത്. ഇതിനൊപ്പം അർജുനും. ഇതിൽ പ്രകാശ് തമ്പിയും വിഷ്ണുവും നേരത്തെ ജയിലിലായി. അത് മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസിൽ. ബാലഭാസ്കറിൻ്റെ മരണത്തിൽ സംശയം നിഴലിലുണ്ടായിരുന്ന പലരും നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തിലും കുടുങ്ങി. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ മറ്റൊരു കേസിൽ 1 വർഷം അകത്തു കിടന്നു. ഇവരെല്ലാം പരസ്പരം കൂട്ടിയിണങ്ങുന്ന കണ്ണികളായിരുന്നു. ഇതിൽ അർജുൻ മാത്രമാണ് ബാലഭാസ്കറുടെ മരണശേഷം അകത്താകാത്തത്. അതാണ് ഈ നവംബർ 25 നടന്നത്. അർജുനാണ് ബാലുവിനെ കൊന്നതെന്ന് ഉറച്ചു വിശ്വസിച്ച ശശികുമാറിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അത് സംഭവിച്ചുവെന്നതാണ് വസ്തുത. എല്ലാം അറിയുന്ന ബാലുവിൻ്റെ ഭാര്യ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. ആ മൗനം ബാലുവിൻ്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നു. ബാലുവിൻ്റെ എല്ലാമായിരുന്ന ശശികുമാർ മരിച്ചത് അറിഞ്ഞിട്ടും ബാലുവിൻ്റെ ഭാര്യ കാണാൻ പോയില്ലെന്നതും കുടുംബത്തെ പോലും അമ്പരപ്പിച്ചു. ബാലുവിൻ്റെ സഹോദരിയുടെ മരണം അറിഞ്ഞിട്ടും വന്നില്ല. ഇനി ബാലുവിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. ബാലുവിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങളെ ഇപ്പോഴും ചവിട്ടിമതിക്കാൻ അവർക്ക് കഴിയുന്നു. ബാലഭാസ്കറിൻ്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും അപകടത്തിനു കാരണമായത് ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നും CBI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 2019 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് ബാലഭാസ്കർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ബാലഭാസ്കറിൻ്റേത് അപകട മരണമാണെന്ന് മുൻപ് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരുന്നത്. ഇതിനിടെയാണ് ബാലഭാസ്കറിൻ്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ച് തുടരന്വേഷണം വേണമെന്നും ആവശ്യം ഉന്നയിച്ചത്. കേസിൻ്റെ എല്ലാ വശങ്ങളും CBI പരിശോധിച്ചിട്ടില്ലെന്നും ബാലഭാസ്കറിൻ്റെ മരണത്തിനു പിന്നിൽ ഗൂഢാലോചനയുടെ സാധ്യതകളുണ്ടെന്നുമാണ് പിതാവ് ഹർജിയിൽ വ്യക്തമാക്കിയത്. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഈ കേസിൽ അന്വേഷണം ഏറെ മുമ്പോട്ട് പോയിട്ടില്ല. ഇനിയെങ്കിലും അർജുൻ പറയുന്നത് വിശ്വസിക്കരുതെന്നാണ് ബാലുവിൻ്റെ സുഹൃത്തുക്കളും പറയുന്നത്. വലിയ ഗൂഢാലോചന ബാലുവിൻ്റെ മരണത്തിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന ചില വെളിപ്പെടുത്തലുകൾ മുൻപ് പുറത്തു വന്നിരുന്നു. അപകട സമയത്ത് പ്രദേശത്തുണ്ടായിരുന്ന സാക്ഷികളിൽ ചിലരും ചില സംശയങ്ങൾ ഉന്നയിച്ചു. യാത്രയുടെ ആരംഭം മുതൽ ചില കാര്യങ്ങളിലുണ്ടായിരുന്നു അനിശ്ചിതത്വവും സംശയത്തിന് ഇട നൽകി. ഇത്തരം വശങ്ങളൊന്നും പരിശോധിക്കാത്ത ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം നടത്തിയതെന്നാണ് ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെ പരാതി. ഈ സാഹചര്യത്തിൽ ബാലഭാസ്കർ ഉൾപ്പെട്ട അപകടത്തിലും മരണത്തിലും ഗൂഢാലോചനയുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതിന് തുടരന്വേഷണം വേണമെന്നായിരുന്നു പിതാവിൻ്റെ ഹർജിയിലെ ആവശ്യം. മകൻ്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ അറിയുന്നതിന് പിതാവിന് അവകാശമുണ്ട് എന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബാലുവിൻ്റെ അടുത്ത ബന്ധു പ്രിയ വേണുഗോപാലാണ് ഈ വിഷയത്തെ പൊതുസമൂഹത്തിൽ സജീവമാക്കി നിർത്തിയത്. അർജുനെ പെരിന്തൽമണ്ണയിൽ അറസ്റ്റ് ചെയ്തതും പ്രിയയിലൂടെയാണ് പുറം ലോകം തിരിച്ചറിഞ്ഞത്.